പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കാട്ടിൽ ഒരു മത്സരം നടക്കുന്നുണ്ട് എന്ന് കരുതുക. മിസ്റ്റർ കാട്, ശരീര സൗന്ദര്യ മത്സരം തന്നെ. അതായത് 6 പാക്ക് ബോഡിയൊക്കെ ഉള്ളത് ആരാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരം. അതിലാരായിരിക്കും ജയിക്കുക? ചിലപ്പോൾ കരുതും നമ്മുടെ കടുവയോ കണ്ടാമൃഗമോ ഒക്കെ ആയിരിക്കും. അല്ല, 100% അത് ജയിക്കുക നമ്മുടെ ഗൗറായിരിക്കും. കാട്ടി മസിലുകൾ തിറുമ്പി കളിക്കുന്ന ആ എണ്ണക്കറുപ്പാർന്ന ശരീരം, ആ എടുപ്പും നിൽപ്പും ഭംഗിയും അപാരമാണ്. ശക്തിയുടെ കാര്യത്തിലും അത്ര പുറകിലൊന്നുമല്ല. വേണമെങ്കിൽ കടുവയെപ്പോലും കുത്തി അരച്ചു കളയും. അങ്ങനെ കടുവകൾ ചത്തിട്ടുമുണ്ട്. വെറും പുല്ലും ഇലകളും പഴങ്ങളും കായ്കളും ചിലപ്പോൾ മരത്തിൻ്റെ തൊലിയും ഒക്കെ കഴിച്ച് ജീവിക്കുന്ന വെറും സസ്യബുക്കായിട്ടുള്ള ഒരു ജീവി എങ്ങനെയാണ് ഇത്രയും കരുത്തുള്ള ഒരു ജീവിയായി മാറുക, മസിലുകളുള്ള ഒരു ജീവിയായിട്ട് മാറുക എന്ന് നമ്മൾ അമ്പരന്ന് പോകും. സ്വാഗതം. ഇന്ന് നമ്മുടെ സുന്ദര മൃഗമായിട്ടുള്ള കാട്ടിയുടെ പരിണാമ ചരിത്രവും കുടുംബ വഴിയും ഒക്കെ പരിചയപ്പെടാം. ബാഹുബലി സിനിമയിലെ വില്ലനായിട്ടുള്ള ബല്ലലദേവന്റെ കരുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സീനുണ്ടല്ലോ. രാവിലെ മൂപ്പർ ചെയ്യുന്ന ഒരു എക്സസൈസ്. ബല്ലലദേവൻ വളരെ ഈസി ആയിട്ട് പൊരുതി കീഴടക്കി നിലത്ത് അടിച്ച് വീഴ്ത്തുന്ന ദൃഢപേശികളുള്ള ഒരു കാളക്കൂറ്റനെ പോലെയുള്ള ഒരു മൃഗം, എണ്ണക്കറുപ്പിൽ മിനുങ്ങുന്ന ശരീരവും മുട്ടോളമുള്ള വെളുത്ത സോക്സ് ഇട്ട പോലെയുള്ള കാലുകളും തീർച്ചയായിട്ടും നമ്മുടെ കാട്ടിയെ ഓർമ്മിക്കും. എന്തായാലും അതൊരു 3D ആനിമേഷൻ ഭാവനാ മൃഗം മാത്രമാണെന്ന് നമുക്കറിയാം. എങ്കിലും അതിൻ്റെ മാതൃകയായിട്ട് എടുത്തിരിക്കുക തീർച്ചയായിട്ടും നമ്മുടെ കാട്ടിയെ തന്നെയായിരിക്കും. കാട്ടി എന്ന പേര് ചിലർക്ക് അത്ര പരിചയം ഉണ്ടാകണമെന്നില്ല. യഥാർത്ഥത്തിൽ നമ്മൾ കാട്ടുപോത്ത് എന്ന് വിളിക്കുന്ന മൃഗത്തിൻ്റെ ശരിയായ പേര് കാട്ടി എന്നാണ്. തെക്കും തെക്ക് കിഴക്കൻ ഏഷ്യയിലും കാണപ്പെടുന്ന ഗൗർ എന്ന് പറയുന്ന മൃഗമാണത്. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ, തായ്ലൻഡ്, ലാവോസ്, കംബോഡിയ, വിയറ്റ്നാം, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇവരുണ്ട്. ലോകത്തെങ്ങുമായിട്ട് ഇപ്പോൾ പക്ഷേ ഒരു 15,000-നും 30,000-നും ഇടയിൽ ഗൗറുകൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ 85% ഉള്ളത് ഇന്ത്യയിലാണ്. അതിൻ്റെ ഭൂരിഭാഗവും ഉള്ളത് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിലാണ്, പശ്ചിമഘട്ടത്തിലാണ്. നിത്യഹരിത വനങ്ങളിലും അർദ്ധ നിത്യഹരിത വനങ്ങളിലും നനവാർന്ന ഡെസിഡിയസ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ഇലപൊഴിയും കാടുകളിലും വരണ്ട ഇലപൊഴിയും കാടുകളിലുമൊക്കെ കാണുന്ന ജീവിയാണ് ഗൗറ്. 2600 മീറ്റർ ഉയരത്തിൽ ഒക്കെ ഇവരെ കണ്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ടുണ്ടെങ്കിലും പൊതുവെ ഇവർ മലയടിവാരത്തിലും വെള്ളമൊക്കെ ലഭിക്കുന്ന പുഴക്കരകളിലും ഒക്കെയാണ് സാധാരണയായിട്ട് ജീവിക്കുക. ഇന്ത്യയിൽ നമ്മുടെ പശ്ചിമഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ കാട്ടികളുള്ളത് എന്ന് പറഞ്ഞല്ലോ. അത് തന്നെ വയനാട്, നാഗർഹോളെ, ബന്ദിപ്പൂർ, മുതുമല ആ ഒരു പ്രദേശത്താണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതുകൂടാതെ പെരിയാർ ടൈഗർ റിസർവിലും സൈലന്റ് വാലിയിലും ഒക്കെ ഗൗറുകളുണ്ട്. മഹാരാഷ്ട്രയിലെ തഡോബ, കർണാടകയിലെ ഭദ്ര വന്യജീവി സങ്കേതം, ത്രിപുരയിലെ തൃഷ്ണ വന്യജീവി സങ്കേതങ്ങളിലൊക്കെ ഗൗറുകളുണ്ട്. ഗൗര എന്ന് പറയുന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ആ പേര് വന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. വെളുത്ത അല്ലെങ്കിൽ മഞ്ഞിച്ച, ഇളം ചുവപ്പ് രാശിയുള്ള എന്നൊക്കെയാണ് ഗൗര എന്ന് പറയുന്ന വാക്കിന് സംസ്കൃതത്തിലുള്ള ഒരർത്ഥം. ഗൗർ എന്ന് ഹിന്ദിയിൽ ഉപയോഗിക്കുമ്പോൾ വെളുത്ത, നല്ല നിറമുള്ള എന്നൊക്കെയാണ് അർത്ഥം. രസമുള്ള ഒരു കാര്യം, ഇവർക്ക് ഇംഗ്ലീഷിൽ ഇന്ത്യൻ ബൈസൺ എന്ന് പറയുന്ന ഒരു പേരുണ്ട്. എന്നാൽ ഇവർ ബൈസൺ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ജീവിയേ അല്ല. നമുക്കറിയാം, ബൈസണുകൾ വടക്കേ അമേരിക്കയിലും യൂറോപ്പിലും ഉള്ള ഒരു മൃഗമാണ്. അവ രൂപത്തിലും സ്വഭാവത്തിലും ഒന്നും നമ്മുടെ ഗൗറുകളുമായിട്ട് വലിയ സാമ്യമുള്ളവരുമല്ല. എന്തായാലും നമ്മുടെ നാട്ടിലുള്ള ഒരു സ്ഥലത്തിന് ബൈസൺ വാലി എന്ന് പേര് വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഇവിടെ ഇല്ലാതൊരു മൃഗത്തിൻ്റെ പേരിൽ. ബൈസണുകളെ പറ്റിയിട്ട് നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. തൽക്കാലം നമുക്ക് നമ്മുടെ കാട്ടുപോത്തിലേക്ക് പോവാം. നമ്മുടെ വളർത്തുപോത്തുകളുമായിട്ട്, മഹിഷാസുരനുമായിട്ട്, കാലിൻ്റെ വാഹനമായിട്ടുള്ള ആ പോത്തുമായിട്ടൊന്നും ഇവർക്ക് ഒരു ബന്ധവുമില്ല. പക്ഷെ പണ്ടാരോ നമ്മുടെ വളർത്തുപോത്തുകൾക്കൊക്കെ പകരക്കാരനായിട്ട് കാട്ടിലുള്ള ജീവിയാണ് ഇത് എന്ന് തെറ്റിദ്ധരിച്ച് ഇട്ടുപോയ പേരായിരിക്കും ഇതിന് കാട്ടുപോത്ത് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ പലരും കരുതിയിരിക്കുന്നത് കാട്ടുപോത്തുകളെ മെരുക്കിയിട്ടാണ്, ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ നാടൻ പോത്തുകളൊക്കെ ഉണ്ടായത് എന്നാണ്. അത് സത്യമല്ല, അങ്ങനെയേ അല്ല. നമ്മുടെ ഗൗറിൻ്റെ ഗൗരവത്തിനും കാട്ടുജീവിതത്തിനും കരുത്തിനും ഒക്കെ ചേരുന്ന അതിമനോഹരമായിട്ടുള്ള പേരാണ്, മലയാളത്തിലുള്ള പേരാണ് കാട്ടി എന്നുള്ളത്. പണ്ട് മുതലേ ഉപയോഗിക്കുന്ന ആ പേരിന് പകരം വേറൊരു പേരെന്തിന് എന്നാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയെങ്കിലും ആ കാട്ടുപോത്ത് എന്നുള്ള പേര് മാറ്റി കാട്ടി എന്ന് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും ശരി. അങ്ങനെയാണെങ്കിൽ ഇരുവരും പോത്തും തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്നുള്ള തരത്തിലുള്ള ആശയക്കുഴപ്പം ഒഴിവാകുകയും ചെയ്യും. ഇവിടെ ചിലരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും, ഇനി ഇതിനെ കാട്ടുപോത്ത് എന്ന് വിളിച്ചുകൊണ്ട് എന്താണ് ഇത്ര കുഴപ്പം എന്ന്. കുഴപ്പമുണ്ട്. പോത്ത് എന്ന് പറയുന്ന മലയാളം വാക്ക് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ബഫല്ലോകളുടെ കൂട്ടത്തിലെ ആണിനെ സൂചിപ്പിക്കാനാണ്. ബഫല്ലോ എന്ന് പറയുന്ന വാക്കിന് ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ചിലപ്പോഴൊക്കെ എരുമ എന്നുള്ളതിന് പകരമായിട്ട്, അതായത് പെണ്ണിനത്തിനെയാണ് ബഫല്ലോ എന്ന് വിളിക്കാറ്. അങ്ങനെ അല്ലാതെ വിളിക്കുന്നവരും ഉണ്ട്. യഥാർത്ഥത്തിൽ ബഫല്ലോ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഒക്കെ കൂടിയ ഒരു വർഗത്തിന് പറയുന്ന പേരാണ്. അതിലെ ആൺവർഗത്തിനെ നമ്മൾ പോത്ത് എന്ന് വിളിക്കുന്നു. കുറച്ചു മുമ്പ് പത്രത്തിൽ വന്ന ഒരു വാർത്തയുണ്ടായിരുന്നു, റോഡരികിൽ വയനാട്ടിൽ കാട്ടുപോത്ത് പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട്. ആ വാർത്ത കണ്ട് പലരും അതിനെ തമാശയാക്കി
സോഷ്യൽ മീഡിയയിലൊക്കെ പോത്ത് പ്രസവിക്കുമോ പോത്തെ എന്നൊക്കെയുള്ള ട്രോള് വരെ ഉണ്ടായി. കാള പെറ്റാൽ കയറെടുക്കുക എന്നുള്ള ഒരു പ്രയോഗമുണ്ട് നമുക്ക്. അതുപോലെയാണ് പോത്ത് എന്നത് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ കാട്ടുപോത്ത് എന്ന് പറയുന്നത് ആണാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ആർക്കോ ഉണ്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം. കാള പെറ്റു എന്ന് കേട്ടാൽ കയറെടുത്തു എന്ന് പറയുന്ന ഒരു ഭാഷാ ശൈലിയിൽ ഉദ്ദേശിക്കുന്നത് പ്രസവിക്കാത്തതാണ് കാള എന്ന് നമുക്കറിയാം. എങ്കിലും അത് കേട്ട ഉടനെ തന്നെ അതിൻ്റെ കുഞ്ഞിനെ കെട്ടാനുള്ള കയറ് കൂടി എടുത്തിട്ട് പുറപ്പെട്ട ആൾ എന്നുള്ള അർത്ഥത്തിലാണല്ലോ. പിന്നെ കാട്ടുപോത്ത് എന്നുള്ള ഒരു പേര് നമ്മൾ കൊടുത്തതിനെ പറ്റിയിട്ടാണെങ്കിൽ, പോത്തിനെന്ത് ഏത്തവാഴ എന്ന് പറയുന്ന ഒരു പ്രയോഗം കൂടി മലയാളത്തിലുണ്ട്. നമ്മൾ മലയാളികൾ അങ്ങനെയാണ്, പേരിടുന്നതിലൊന്നും അത്ര വലിയ കാര്യമൊന്നും കാണാറില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ കുയിൽ വർഗത്തിൽപ്പെട്ട ഒരു പക്ഷിക്ക് ചെമ്പോത്ത് എന്നുള്ള പേരിട്ടത്. അതുകൊണ്ട് ഇതിലൊന്നും വലിയ കാര്യമില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ ഇല്ലാതെ വോൾഫ് എന്ന് പറയുന്ന ഒരു ജീവിക്ക് പണ്ടാരോ വിവർത്തകന്മാർ ചെന്നായ എന്നുള്ള പേര് മലയാളത്തിൽ ഉപയോഗിച്ച് കളഞ്ഞു. കേരളത്തിൽ ഇല്ലാത്ത ജീവിയാണ്, നമ്മുടെ കാടുകളിൽ ഇല്ലാത്ത ജീവിയാണല്ലോ വോൾഫ്. നമുക്കതിനെ വോൾഫ് എന്ന് തന്നെ വിളിച്ചാലും മതിയായിരുന്നു. അതുകൊണ്ടുണ്ടായ ഒരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ കേരളത്തിലെയൊക്കെ കാടുകളിലുള്ള ചുവന്ന നിറമുള്ള കാട്ടുനായ്ക്കൾക്ക് ചെന്നായ എന്നുള്ള പേരിടാൻ പറ്റാതായി. അതായത് മുന്നേ തന്നെ ചെന്നായ എന്നുള്ള വാക്ക് വേറൊരു ജീവിക്ക് ഉപയോഗിച്ചു പോയി. അതുകൊണ്ട് കാട്ടുനായ അല്ലെങ്കിൽ ദോൾ എന്ന് പറയുന്ന ഒരു വരുത്തൻ പേരൊക്കെ നമുക്കതിന് ഉപയോഗിക്കേണ്ടി വന്നു. എന്തായാലും നമുക്ക് ഈ വീഡിയോയിൽ നമ്മുടെ ഗൗറിനെ, ഇന്ത്യൻ ബൈസൺ എന്നൊക്കെ വിളിക്കുന്ന ജീവിയെ കാട്ടുപോത്ത് എന്ന് വിളിക്കുന്നതിന് പകരം കാട്ടി എന്ന് തന്നെ ഉപയോഗിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്ഷമിക്കുക. കാട്ടിയുടെ കുടുംബചരിത്രവും പരിണാമ ചരിത്രവും ഒക്കെ പറയാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ബൈസണുകളെ പറ്റിയിട്ടും യാക്കുകളെ പറ്റിയിട്ടും പോത്തുകൾ എന്ന് നമ്മൾ വിളിക്കുന്ന ബഫലോകളെ പറ്റിയിട്ടും ഒക്കെ അറിയേണ്ടിയിരിക്കുന്നു. കുളമ്പുള്ള സസ്തനി മൃഗങ്ങൾ ഉൾപ്പെടുന്ന ബൊവിഡെ എന്ന് പറയുന്ന കുടുംബത്തിലെ ബൊവിനെ എന്ന ഉപകുടുംബത്തിൽ ഉൾപ്പെടുന്ന ബോസ് ജനുസിൽപ്പെടുന്നവരാണ് നമ്മൾ ഈ പറഞ്ഞ ജീവികളൊക്കെ. കാട്ടിയും യാക്കും ബൈസണും നമ്മുടെ പശുക്കളും അതുപോലെയുള്ള കാറ്റിലുകളും പരിണമിച്ച് അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച കാട്ടിൽ അന്നുണ്ടായിരുന്ന ഔറോക്സ് എന്നൊക്കെ പറയുന്ന ജീവികളും ഒക്കെ ഉൾപ്പെടുന്നതാണ് ഈ ജനുസ്. എന്നാൽ പോത്തുകൾ എന്ന് പറയുന്ന ജീവികൾ ബുബാലസ് എന്ന് പറയുന്ന ജനുസിൽപ്പെട്ട ജീവികളാണ്. കാട്ടു ബഫലോകളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടാണ് ഒരു 6300 വർഷമൊക്കെ മുമ്പ് നമ്മൾ വളർത്തു പോത്തുകളെ ഉണ്ടാക്കിയത്. അതായത് നമ്മുടെ കാട്ടി എന്ന് പറയുന്ന ഗൗറും ഈ പോത്തുകളും തമ്മിൽ വലിയ ബന്ധമില്ല. രണ്ടും രണ്ട് വിഭാഗക്കാരാണ്. കാട്ടിയുടെ അത്രയൊന്നും ശക്തിയും കരുത്തും മസിലും ഒന്നുമില്ലാത്തൊരു ജീവിയാണ് ബഫലോകൾ. അവ ശരീരത്തിൻ്റെ ചൂടൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ചളിയിലും വെള്ളത്തിലും ഒക്കെ കിടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അത്തരക്കാരെയല്ല നമ്മുടെ കാട്ടി. അതുകൊണ്ട് തന്നെ കാട്ടിയെ കാട്ടുപോത്ത് എന്ന് വിളിക്കുന്നതിൽ അതിന് നല്ല അപമാനം ഉണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ കാട്ടികളുടെ വർഗീകരണം എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഈ ചിത്രം ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. ബോസ് ജനുസിലെ ജീവികളുടെ വർഗീകരണമാണിത്. പലതരത്തിൽ ഇവയെ വർഗീകരിച്ചൊക്കെ പറയാറുണ്ടെങ്കിലും ഏറ്റവും ലളിതമായിട്ട് തോന്നുന്നത് ഇതാണ്. അതായത് ബോസ് ജനുസിനെ രണ്ടായിട്ട് വിഭജിക്കാം. അതിലൊരു ഭാഗമാണ് നമ്മുടെ പശുക്കളും കാളകളും ഒക്കെ ഉൾപ്പെടുന്ന കാറ്റിലുകൾ എന്ന് പറയുന്ന വിഭാഗം മുഴുവൻ ഉണ്ടായ അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യപ്പെട്ട ബോസ് പ്രിമിജീനിയസ്, ബോസ് ടൗറസ് എന്നൊക്കെ വിളിക്കുന്ന പഴയ ജീവികൾ. ആ ജീവികളൊക്കെ വംശനാശം വന്ന് ഇല്ലാതായിപ്പോയി. ബോസ് ജനുസിലെ ആ ഒരു ശാഖ നമ്മുടെ വളർത്ത് പശുക്കളും കാളകളും ഒക്കെ ഉണ്ടായ അവയുടെ മുൻഗാമികളായിരുന്ന കാട്ടിലുണ്ടായിരുന്ന ഔറോക്സ് അല്ലെങ്കിൽ ടോറിൻസ് എന്നൊക്കെ പറയുന്ന ജീവികളുടെ ഒരു ചരിത്രവും അത് എവിടെയൊക്കെ ആയിട്ട് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യപ്പെട്ടു എന്നും പശുവിനെ പോലെയുള്ള ജീവികളുടെ പ്രത്യേകതകളും അവയുടെ ദഹന പ്രത്യേകതകളെയും ഒക്കെ കുറിച്ചിട്ട് വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ദയവായിട്ട് ആ വീഡിയോ കൂടി കാണാത്തവർ കാണുക. അപ്പോൾ പശുക്കളെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മിക്കണം. കാട്ടു പശു അല്ലെങ്കിൽ കാട്ടുകാള എന്ന് പറഞ്ഞിട്ട് ഒരു ജീവി ഇപ്പോൾ നിലവിൽ കാട്ടിലുണ്ടാവില്ല. കാരണം അവ എന്നോ വംശനാശം വന്നുപോയി. ചിലപ്പോൾ നമ്മുടെ വളർത്തു കാറ്റലുകൾ തന്നെ വീണ്ടും തിരിച്ച് കാട്ടിലേക്കൊക്കെ പോയിട്ട് എത്രയോ വർഷങ്ങളിലൂടെ അവിടെ പെറ്റുപെരുകിയിട്ട് ഫെറൽ ഇനങ്ങളായിട്ട് മാറിയിട്ടുണ്ടാവും. അവയെ വേണമെങ്കിൽ നമുക്ക് കാട്ടിൽ കാണുന്ന കാളയെന്നും കാട്ടിൽ കാണുന്ന പശു എന്നും വിളിക്കാം. അത് ഒരു കാട്ടുജീവിയല്ല. ഇനി ബോസ് ജനുസിലെ രണ്ടാം ഭാഗമാണ്. അത് വിഭജിച്ച് വീണ്ടും രണ്ട് ഭാഗങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അതിൽ ഒരു വിഭാഗം വിഭജിച്ച് വീണ്ടും രണ്ടായി. ഒന്ന് യാക്കുകൾ എന്ന് പറയുന്ന വൈൽഡ് യാക്കുകളായി, വേറൊന്ന് ബൈസണുകളായിട്ട് മാറി. ബൈസണുകൾ എന്ന് പറയുന്ന ജീവി അമേരിക്കയിലും യൂറോപ്പിലുമാണുള്ളത്. അമേരിക്കയിലുള്ളത് ബൈസൺ എന്ന് പറയുന്ന ശാസ്ത്രനാമമുള്ള ജീവിയും യൂറോപ്പിൽ കാണുന്നത് ബൈസൺ ബൊണാസസും. ഇനി ഇതിലെ രണ്ടാം ഭാഗം വിഭജിച്ചിട്ട് 3 തരമായിട്ട് മാറിയിട്ടുണ്ട്. അതിലൊന്ന് ബാൻഡങ് എന്ന് വിളിക്കുന്ന ബോസ് ജവാനിക്കസ് ആണ്. രണ്ടാമത്തേത് ഫോറസ്റ്റ് ഓക്സ്, ഗ്രേ ഓക്സ് എന്നൊക്കെ വിളിക്കുന്ന
ബോസൗവേലി. അതിന് കൗപ്രേ എന്നും പേരുണ്ട്. 1969 ശേഷം അതിനെ കണ്ടതായിട്ടുള്ള റിപ്പോർട്ടുകളില്ല. അതുകൊണ്ട് തന്നെ അത് വംശനാശം വന്നുപോയ ഒരു ജീവിയായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെയുള്ളതാണ് നമ്മുടെ ഗൗറുകൾ. അതായത് 3 വിഭാഗമായിട്ടാണ് അവ വിഭജിച്ചിരിക്കുന്നത്. ഒന്ന് ബാൻടങ്, രണ്ടത് കൗപ്രേ, മൂന്നാമത്തേത് ഗൗർ. കൗപ്രേ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളത് ബാൻടങ് ആണ്. ഗൗറുമായിട്ട് ജനിതകപരമായിട്ട് ഏറ്റവും അടുപ്പുള്ള ജീവി ഭൂമിയിൽ ഇപ്പോഴുള്ളത് ബാൻടങ് ആണ്, കംബോഡിയയിലൊക്കെയുള്ള ജീവി, അല്ലാതെ നമ്മുടെ പോത്തല്ല. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ബൈസഡുകൾ, യാക്കുകൾ എന്നിവയെ പറ്റിയിട്ട് നമുക്ക് വിശദമായിട്ടുള്ള വീഡിയോകൾ വേറെ തന്നെ ചെയ്യാവുന്നതാണ്. നമുക്ക് നമ്മുടെ ഗൗറിലേക്ക് തിരിച്ചു പോകാം. അപ്പോൾ വീണ്ടും കാട്ടുപോത്ത് എന്നുള്ള പേരിലെ സംശയം ചിലർക്കെങ്കിലും മാറിയിരിക്കില്ല. അപ്പോൾ പോത്ത് ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം. ചെറുതായിട്ട് വിശദമായിട്ടുള്ള വീഡിയോ നമുക്ക് വേറെ ചെയ്യാം. ബോസ് ജനുസിലല്ല, ബുബാലസ് എന്ന് പറയുന്ന ജനുസിൽപ്പെട്ട ജീവിയാണ് ഈ പോത്തുകൾ എന്ന് പറഞ്ഞല്ലോ. ബുബാലസ് അർണി എന്ന് പറയുന്ന ഒരു കാട്ട് ബഫല്ലോ, വൈൽഡ് ബഫലോകളുണ്ട്. അത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും ദക്ഷിണേഷ്യയിലും ഒക്കെയുള്ള ജീവിയാണ്. അതും ഇപ്പോഴും എണ്ണം കുറഞ്ഞ് ഏകദേശം വംശനാശത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അസമിലൊക്കെയാണ് ഇപ്പോഴും കുറച്ചെങ്കിലും ഉള്ളത്. ഏഷ്യൻ ബഫല്ലോ, ഏഷ്യാറ്റിക് ബഫല്ലോ, വൈൽഡ് ബഫല്ലോ എന്നൊക്കെയാണ് അതിനെ പറയുന്ന പേര്. ഇനി ഭൂമിയിൽ കാട്ടില് ഒരു 4000-നടുത്ത് വൈൽഡ് ബഫല്ലോകൾ മാത്രമേ ഉള്ളൂ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇവയെ പണ്ടപ്പോഴോ മനുഷ്യർ മെരുക്കിയിട്ടാണ് നമ്മുടെ വളർത്ത് പോത്തുകൾ അല്ലെങ്കിൽ ബഫല്ലോകൾ എന്ന് വിളിക്കുന്ന ബുബാലിസ് എന്ന് ശാസ്ത്രനാമം ഇട്ടിരിക്കുന്ന ജീവികൾ ഉണ്ടായത്. അവയെ തന്നെ പിന്നീട് ഇന്റർബ്രീഡിങ് നടത്തിയിട്ട് പല ഇനത്തിലും പല സ്വഭാവത്തിലും ഒക്കെയുള്ള വളർത്തു പോത്തുകൾ ഭൂമിയിൽ പല രാജ്യങ്ങളിലും ഉണ്ട്. അവയൊക്കെ പറ്റിയിട്ട് നമുക്ക് വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ പരിചയപ്പെടാം. അത്തരത്തിലുള്ള വളർത്തുപോത്തുകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് വാട്ടർ ബഫല്ലോ, ഏഷ്യൻ വാട്ടർ ബഫല്ലോ, ഏഷ്യാറ്റിക് വാട്ടർ ബഫല്ലോ എന്നൊക്കെയാണ്. കാട്ടു ബഫല്ലോകളിൽ തന്നെ സ്വാമ്പ് ബഫല്ലോകളുണ്ട്, റിവർ ബഫല്ലോകളുണ്ട്. അവയും പല സ്ഥലങ്ങളിൽ പല കാലത്താണ് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. ചില അവകാശവാദങ്ങൾ പറയാറുണ്ട്. നമ്മുടെ പശ്ചിമഘട്ടത്തിൽ തന്നെ ശരിയായിട്ടുള്ള കാട്ടുപോത്തിനെ, അതായത് ബഫല്ലോകളുടെ വർഗത്തിൽപ്പെട്ട കാട്ടുപോത്തുകളെ തന്നെ കാടുകളിൽ കാണാൻ കിട്ടിയെന്ന്. അതായത് ഗൗറുകൾ കാട്ടികളല്ല, അല്ലാതെ ബഫല്ലോ ഇനത്തിൽപ്പെട്ട ശരിയായിട്ടുള്ള കാട്ടുപോത്തുകളെ കണ്ടു എന്ന്. നമ്മുടെ ഗൗറിൻ്റെ ഒക്കെ കാല് വെളുത്ത സോക്സ് ഇട്ടതുപോലെ ആയിരിക്കുമല്ലോ, ഇവരുടെ അങ്ങനെ അല്ലാതെ കണ്ടു എന്ന്. സത്യത്തിൽ അത് ഫെറൽ ബഫല്ലോകളാണ്. നീലഗിരി പ്രദേശത്തുള്ള ടോഡ ട്രൈബിന്റെ കൂടെ എത്രയോ കാലമായിട്ട് ടോഡ ബഫല്ലോകളുണ്ട്. അത് കുറേയൊക്കെ കാട്ടിലൊക്കെ തന്നെയാണ് അവർ വളർത്തുന്നത്. അതിൽ കുറേയൊക്കെ കാട് കയറുകയും ചെയ്യും. തിരിച്ച് നാടുകളിലേക്ക് പോകാതെ കുറേ വർഷങ്ങൾ കൊണ്ട് അത് ഫെറൽ ഇനങ്ങളാവും. കുറേ എണ്ണം പെരുകി കൂട്ടമായിട്ട് അവ ചിലപ്പോഴൊക്കെ നമുക്ക് കാണാനും പറ്റും. അവയാണ് തെറ്റിദ്ധരിച്ചിട്ട് നമ്മൾ അവ വൈൽഡ് ബഫല്ലോകളാണ് എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യപ്പെട്ട ടോഡ ബഫല്ലോകളെ വീണ്ടും കാട്ടിലെത്തി ഫെറൽ ഇനങ്ങളായതാണ്. അല്ലാതെ നമ്മുടെ പശ്ചിമഘട്ടത്തിലൊന്നും ഇപ്പോഴും വൈൽഡ് ബഫല്ലോകൾ ഇല്ല. ആകെ മൊത്തം പ്രശ്നമായതുപോലെ തോന്നും. ബൈസൺ, ഗൗറ്, കാട്ടുപോത്ത്, പോത്ത്, എരുമ എല്ലാം കൂടിയിട്ട് അത്ര പ്രശ്നമാക്കാനൊന്നുമില്ല. നമുക്ക് തൽക്കാലം നമ്മുടെ ഗൗറിനെ കാട്ടി എന്ന് തന്നെ വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. വൈൽഡ് ബഫലോകളുടെ ഒരു പ്രത്യേകത, അവർക്ക് വിയർപ്പ് ഗ്രന്ഥികൾ കുറവായതിനാൽ തന്നെ അവരുടെ ചൂട് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കഴിവതും അവ വെള്ളത്തിലിറങ്ങി കഴിയാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. ചളിയിലും ചതുപ്പിലും ഒക്കെ ഇറങ്ങി നിൽക്കാൻ താല്പര്യമുള്ളവരാണ്. അവരുടെ മേൽശീലങ്ങളും അത്തരത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് എരുമക്കും പോത്തിനും ഒക്കെ കന്ന് എന്ന് പറയുന്നത്. കന്ന് പൂട്ടുക എന്നുള്ള പ്രയോഗം മലയാളത്തിൽ വരുന്നത്. കന്നിനെ കയം കാണിക്കരുത് എന്ന് പറയുന്നത്, അതായത് വെള്ളം കണ്ടു കഴിഞ്ഞാൽ, ചളി കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്നും അവ കയറില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ കഴിയാനാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. എന്നാൽ നമ്മുടെ കാട്ടി അത്തരക്കാരേ അല്ല. വെള്ളം കുടിക്കാനൊക്കെ പുഴയുടെ അരികിലൊക്കെ പോയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങും എന്നല്ലാതെ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ശരീരം തണുപ്പിക്കുന്ന സ്വഭാവമുള്ളവരല്ല അവർ. എന്തായാലും നമുക്ക് കാട്ടികളെ വിശദമായിട്ടൊന്ന് മനസ്സിലാക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ത്യൻ ബൈസൺ എന്ന് പറയുന്ന നമ്മുടെ ഗൗറിലേക്ക് വരാം. അപ്പോൾ വീണ്ടും സംശയമായി, ബൈസൺ എന്ന് പറയുന്ന വാക്ക്. ബൈസൺ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ വടക്കൻ അമേരിക്കയിലും യൂറോപ്പിലുമുള്ള ജീവിയാണ്. അവരുടെ പ്രത്യേകത നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും. ഒരു പ്രത്യേക ശരീര രൂപമാണ്. പ്രധാനമായിട്ടും അവരുടെ മുൻഭാഗത്ത് ഇങ്ങനെ ജടകെട്ടിയതുപോലെ നീളമുള്ള മുഷിഞ്ഞ രോമങ്ങളുണ്ട്. അത്തരത്തിലുള്ള രോമങ്ങളൊന്നും നമ്മുടെ ഗൗറിനില്ല. ബോസ് ഗൗറസ് എന്ന ഗൗരവമുള്ള പേരാണ് ഗൗറിന് കൊടുത്തിരിക്കുന്നത്. ഇന്ന് ഭൂമിയിൽ ബാക്കിയുള്ള ബോവിഡ് വിഭാഗത്തിലെ ഏറ്റവും കരുത്തുള്ള ജീവിയും വലിപ്പമുള്ള ജീവിയാണ് കാട്ടി. മുതിർന്ന കാട്ടികൾ കടും ബ്രൗൺ കലർന്ന കറുപ്പ് നിറമുള്ളവരാണ്. പ്രായം കൂടുന്തോറും ഇത് കൂടുതൽ ഇരുണ്ട കറുപ്പായിട്ട് മാറും. വളഞ്ഞ കൊമ്പുകൾക്കിടയിൽ കോൺവെക്സ് ആകൃതിയിൽ മുന്നോട്ട് തള്ളിയ ഒരു റാ പോലെയുള്ള നെറ്റിവരമ്പുള്ളവരാണ്. അതിനാൽ തന്നെ ഇവയുടെ മുഖത്തിന്റെ മുകൾ ഭാഗം അല്പം കുഴിഞ്ഞതുപോലെയാണ് തോന്നുക. മുതുകിലൊക്കെ കൃത്യമായിട്ടുള്ള വരമ്പുണ്ട്. വലിയ ചെവികളാണ് ഇവർക്കുള്ളത്.
തലയുടെ മുകൾ ഭാഗം കണ്ണിന് മുകളിൽ ചാരനിറമോ മുഷിഞ്ഞ വെളുപ്പ് നിറമോ ആണ് ഉണ്ടാകുക. മൂക്കുഭാഗവും അതുപോലെ മങ്ങിയ നിറത്തിലാണ് കാണുക. എന്നാൽ സോക്സ് ഇട്ടതുപോലെയുള്ള കാലുകളാണ് ഇവരെ വേഗത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുക. അതുപോലെ ഇവരുടെ വാലിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ വലിയ കാളകളുടെയൊക്കെ നീളമുള്ള വാല് പോലെ അല്ല ഇവരുടെ, ഒരു കുഞ്ഞൻ വാലാണ്. അതുപോലെ പെൺകാട്ടികളും കുട്ടികളും ഒക്കെ മങ്ങിയ ബ്രൗൺ നിറത്തിലാണ് ഉണ്ടാകുക. ഇവരുടെ കൊമ്പുകളും കാഴ്ചക്ക് വളരെ പ്രത്യേകതയുള്ളതാണ്. അടിഭാഗം അല്പം പരന്ന് മുകളിലേക്ക് വളഞ്ഞ് അഗ്രം കൂർത്ത് പുറകിലേക്ക് തിരിഞ്ഞ കൊമ്പുകളാണ് ഇവർക്ക്. കൊമ്പിന്റെ തുടക്കഭാഗം ഇളം പച്ചയോ മഞ്ഞ കലർന്നതോ ഒക്കെ ആയിരിക്കും. എങ്കിലും കൊമ്പിന്റെ മുനഭാഗം എത്തുമ്പോൾ കട്ടിക്കറുപ്പായിരിക്കും. ഒരു 8-10 അടിയിലോളം നീളവും 6 അടിയോളം ഉയരമുള്ളവരാണ് കാട്ടികൾ. 1500 കിലോളം ഭാരമുണ്ടാവും ഒരു മുതിർന്ന ആൺകാട്ടിക്ക്. അതുപോലെ നല്ല പൂഞ്ഞയും ഉണ്ടാവും. ഒരു അയഞ്ഞ തൊലി കഴുത്ത് മുതൽ മുൻകാല് വരെ ഇങ്ങനെ ഞാഴ്ന്ന് കിടക്കുന്നുണ്ടാവും. ആൺകാട്ടികളെ അപേക്ഷിച്ച് പെൺകാട്ടികൾക്ക് ഭാരം കുറവായിരിക്കും. അതുപോലെ ഇവരുടെ തീറ്റ തേടൽ ശീലങ്ങളും പ്രാദേശികമായിട്ട് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. കൂടുതൽ ആൾപെരുമാറ്റമൊക്കെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവരുടെ തീറ്റ ശീലങ്ങളിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. പൊതുവെ ഇവര് സന്ധ്യാസമയത്തും പുലർകാലത്തുമാണ് കൂടുതലായിട്ട് മേയാൻ ഇഷ്ടപ്പെടുക. രാത്രി വിശ്രമിക്കുന്ന സ്വഭാവമാണ്. പക്ഷെ ഇതൊക്കെ കൂടുതൽ ആൾപെരുമാറ്റമൊക്കെയുള്ള പ്രദേശങ്ങളാണെങ്കിൽ ഇതൊക്കെ ചെറിയ മാറ്റങ്ങൾ വരും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർ രാത്രി മാത്രം മേയുന്നതായിട്ടൊക്കെ കാണാറുണ്ട്. ആനക്കൂട്ടങ്ങളെ പോലെ തന്നെ ഒരു മുതിർന്ന പെൺകാട്ടിയുടെ നേതൃത്വത്തിൽ മെട്രിയാർക്കിക്കൽ ആയിട്ടുള്ള ഒരു സംഘമായിട്ടാണ് ഇവർ കഴിയുക. മുതിർന്ന ആൺകാട്ടികൾ ഒറ്റക്ക് അലിയുകയാണ് ചെയ്യുക. ചിലപ്പോൾ ആൺകാട്ടികൾ ഒരു കൂട്ടമായിട്ടും കാണാറുണ്ട്. ഇണചേരൽ കാലത്താണ് ആൺകാട്ടികൾ തിരിച്ച് ഈ കാട്ടിക്കൂട്ടങ്ങളുടെ കൂട്ടത്തിലെത്തുക. വലിപ്പവും കരുത്തും തന്നെയാണ് ഇണയെ തിരഞ്ഞെടുക്കുന്നതിലെ മാനദണ്ഡം. ഇണകൾക്കായിട്ട് വലിയ തോതിലുള്ള മത്സരങ്ങളൊന്നും നടക്കാറില്ല. കരുത്ത് പ്രകടിപ്പിക്കാനുള്ള ചില പ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അതിൽ അല്പം കരുത്ത് കുറഞ്ഞവൻ എന്ന് സ്വയം തോന്നുന്ന ആൾ ഒഴിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക. അല്ലാതെ മുതിർന്ന കാട്ടികൾ തമ്മിൽ പോരടിച്ചെങ്കിൽ അത് തീ പാറുന്നൊരു പോരാട്ടമാവുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കാറില്ല. ആൾപെരുമാറ്റമൊക്കെ കുറഞ്ഞ് ധാരാളം ഭക്ഷണമൊക്കെ ലഭിക്കുന്ന കാടുകളിൽ തിന്തു മതിച്ച് വളരുന്ന ആൺകാട്ടികൾ അത്രമേൽ കരുത്തും ഭീമാകാരമായിട്ടുള്ള ശരീരമുള്ളവരുമാണ്. ഇതൊക്കെയാണെങ്കിലും മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു മാറുന്ന ലജ്ജാലുക്കളും കൂടിയാണ്. പക്ഷെ ഒരു പ്രകോപനവും ഇല്ലാതെ ആളുകളെ ആക്രമിക്കുന്ന സ്വഭാവവും ഇവ പ്രകടിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കാട്ടിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അപകടകാരിയായിട്ടുള്ള ഒരു ജീവി തന്നെയാണ് കാട്ടി. എന്നാൽ മനുഷ്യരെ കൂടുതലായിട്ട് കണ്ടും കേട്ടും പരിചിതരായിട്ടുള്ള ഇടപഴകി പരിചയമുള്ള കാട്ടികൾ അത്രയൊന്നും ഭയമില്ലാതെ നമ്മളെ നോക്കി നിൽക്കുകയോ അല്ലെങ്കിൽ മേയൽ തുടരുകയോ ചെയ്യും. യാതൊരു കൂസലും കൂടാതെ കാടുകളോട് ചേർന്ന കൊച്ചു പട്ടണങ്ങളിലൊക്കെ റോഡുകളിലൂടെയൊക്കെ ഇവ ഇങ്ങനെ നടക്കുന്നതും കാണാം. ചിലപ്പോൾ നാട്ടുകാർ മേയാൻ വിട്ട നാൽക്കാലികളുടെ കൂടെ തന്നെ ഇവയും മേയുന്നത് കാണാം. ചിലപ്പോൾ അവയെ ആക്രമിക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെ പ്രവചനാതീതമാണ് കാട്ടിയുടെ സ്വഭാവം. വേനൽക്കാലങ്ങളിലൊക്കെ കൂടിയ ചൂടും ചെള്ളും പ്രാണികളും ഒക്കെ ഇവരെ വല്ലാതെ ശല്യപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ ഇവർ കൂടുതൽ പ്രകോപനപരമായിട്ട് പെരുമാറാറുണ്ട്. ആ സമയത്ത് ആക്രമണ സ്വഭാവവും കൂടും. പുല്ലും നാമ്പുകളും ഒക്കെ കൂടാതെ ചില സമയങ്ങളിൽ കൂടുതൽ പോഷണത്തിന് വേണ്ടിയിട്ട് ഇവ മരങ്ങളുടെ തൊലി അടർത്തി തിന്നാറുണ്ട്. കൂടുതൽ കാൽഷ്യം പൊട്ടാസ്യം പോലുള്ള ലവണങ്ങളുടെ സാന്നിധ്യമുള്ള തേക്കിൻ്റെ ഒക്കെ തൊലിയാണ് ഇങ്ങനെ അവർ അടർത്തി തിന്നുക. വലിപ്പം മാത്രമല്ല അതിനൊത്ത കരുത്തുമുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് പ്രകൃതിയായുള്ള ഇരപിടിയന്മാർ കുറവാണ്. ഒറ്റക്കായി പോയ കാട്ടിക്കുട്ടികളെയും അവശരായവരെയും പരിക്ക് പറ്റിയവരെയും ഒക്കെ പുള്ളിപ്പുലികളും കാട്ടുനായ്ക്കൂട്ടങ്ങളും അതുപോലെ മഗർ ക്രൊക്കോഡൈൽ അല്ലെങ്കിൽ മഗർ മുതലുകളും ഒക്കെ ഭക്ഷണമാക്കാറുണ്ട്. എങ്കിലും കാട്ടികളുടെ പൊതുവായിട്ടുള്ള അന്തകൻ എന്ന് പറയുന്നത് കടുവയാണ്. അത് കഴിഞ്ഞാൽ മനുഷ്യരും. എന്തായാലും കാട്ടികളെ പിടികൂടി ഭക്ഷണമാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല. സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാട്ടികൾ ചിലപ്പോൾ കാട്ടിക്കൂട്ടുന്ന പരാക്രമത്തിൽ കടുവയുടെ കഥ കഴിയാറുമുണ്ട്. എന്തായാലും കാട്ടിൻ്റെ വന്യതയും നിഗൂഢ ഭംഗിയും കരുത്തും ഒക്കെ ചേർന്ന മനോഹരമായിട്ടുള്ള പേരാണ് കാട്ടി എന്നത്. അതിലും മനോഹരമായിട്ടുള്ള ഒരു പേരും ഇതിന് ചേരില്ല തന്നെ. ഇനി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യമായിട്ട് അരുണാചലിലെ കാടുകളിലേക്ക് അലയാൻ പോയപ്പോഴുണ്ടായ ഒരു അനുഭവ കഥ പറയാം. അരുണാചലിലെ റോയിങ്ങിൽ നിന്ന് രാവിലെ ഞങ്ങൾ മയോഡിയ ചുരത്തിലേക്ക് യാത്ര പുറപ്പെട്ടതാണ്. ഇന്ത്യൻ കാടുകളിൽ ആകെയുള്ള മനുഷ്യക്കുരങ്ങിനമായിട്ടുള്ള ഹുലോക്ക് ഗിബ്ബണുകൾ ഉണ്ടാക്കുന്ന ശബ്ദ പ്രതിധ്വനിയാണ് കാട് മുഴുവൻ. അരുണാചലിലെ മിഷ്മി കുന്നുകൾ എന്ന് വിളിക്കുന്ന വൻ മലകളിലൂടെയാണ് യാത്ര. ഈ മിഷ്മി കുന്ന് എന്നൊക്കെ കേൾക്കുമ്പോൾ ചിരി വരും. ചിരട്ട കമിഴ്ത്തിയ പോലെയുള്ള ഒരു കുന്നിന് നമ്മൾ മുക്കുന്നിമല എന്ന് പേരിട്ടവരാണ്. അപ്പം മിഷ്മി കുന്നുകൾ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വളരെ ചെറുതാണെന്നാണ് കരുതുക. അങ്ങനെയല്ല, വളരെ മനോഹരമായിട്ടുള്ള വളരെ ഉയരമുള്ള മലകളാണ്. മയൂ പർവ്വതത്തിന്റെ കൊടുമുടി എന്നാണ് അരുണാചലിലെ മയോഡിയ എന്ന് പറയുന്ന വാക്കിന്റെ ഇഡു മിഷ്മി ഭാഷയിലുള്ള അർത്ഥം. സമുദ്രനിരപ്പിൽ നിന്നും 2655 മീറ്റർ ഉയരത്തിലാണ് ഈ ചുരം. മഞ്ഞ് വീഴ്ച ഉണ്ടാകുന്ന സ്ഥലം എന്ന് മാത്രമല്ല പ്രവചനാതീതമാണ് ഇവിടുത്തെ മലവഴികളും കാലാവസ്ഥയും ഒക്കെ. ഞാൻ ജീവിതത്തിൽ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നിഗൂഢമായിട്ടുള്ള ഭംഗിയുള്ള ആനന്ദ സ്ഥലമാണത്. അങ്ങനെയുള്ള ഒരു സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു സ്ഥലത്തിലൂടെ ഞങ്ങൾ 3 പേര് യാത്ര ചെയ്യുകയായിരുന്നു. സ്വപ്നത്തിലെ പോലെ പെട്ടെന്ന് പുകമഞ്ഞ് ചുറ്റും മൂടും. നിമിഷം കൊണ്ട് അത് മാഞ്ഞ്
താഴ്വാരത്തേക്ക് ഇറങ്ങിപ്പോകും. അപ്പോൾ വീണ്ടും കാഴ്ചകളൊക്കെ വ്യക്തമാകും. നട്ടുച്ചയാണെങ്കിൽ ഇരുൾ കനത്ത് കിടക്കുന്ന കാടാണ്. ഇടയ്ക്കൊരു കീറ് വെയിൽ വന്ന് തിളങ്ങി മങ്ങി മറിഞ്ഞും പോവും. വണ്ടി ഒതുക്കി ഞങ്ങൾ റോഡരികിലെ വെയിൽ കായാനെത്തുന്ന പൂമ്പാറ്റകളെ തിരക്കി നടക്കുകയായിരുന്നു. ചെങ്കുത്തായ മലയുടെ അരികെ അരിഞ്ഞുണ്ടാക്കിയതുപോലെയുള്ള ഇടുങ്ങിയ റോഡാണ്. താഴെ കൊടുങ്കൊക്കെയാണ്, ഒരു ഭാഗത്ത് കുത്തനെയുള്ള മലയും. അധികം ഉയരമില്ലാതെ വളരുന്ന മുരടിച്ചതുപോലെയുള്ള കമ്പുകളിൽ നിറയെ ഫേണുകളും മൂസുകളും ഒക്കെ വളർന്നിരിക്കുന്ന ഒരു ജുറാസിക് കാല ഫ്ലോറൽ പ്രകൃതിയാണ് അവിടെ. വളവ് തിരിഞ്ഞതും കോടയിലൂടെ ഞങ്ങളുടെ നടത്തം ബ്രേക്ക് ഇട്ടതുപോലെ നിന്നു. തൊട്ടു മുന്നിൽ കുറച്ച് മീറ്ററുകൾ മാത്രം അകലെ റോഡിലും അരികിലും ഒരു കൂട്ടം ഇങ്ങനെ നിൽക്കുന്നു. ഇരുളിൽ മഞ്ഞിൽ വെള്ള സോക്സ് അണിഞ്ഞ കാലുകൾ വ്യക്തമായി കാണാം. അനങ്ങാതെ എല്ലാവരും ഞങ്ങളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. മുത്തങ്ങക്കാട്ടിൽ ഒരു നാൾ ഇതുപോലെ പെട്ടെന്ന് മുന്നിൽ ഒരു കാട്ടിക്കൂട്ടം എത്തിയതിന്റെ ഓർമ്മ കുതിച്ചെത്തി. അടിവയറിലൂടെ ഒരു കൊള്ളിയാൻ മിന്നിത്തെറുമ്പി. ഓടാനോ രക്ഷപ്പെടാനോ പറ്റാത്തത്ര അടുത്ത്. പക്ഷെ കൂടെയുള്ള ചന്ദ്രേട്ടനും ഹരീഷ് മല്ലിക്കും യാതൊരു കൂസലുമില്ല. അവരിങ്ങനെ ചിരിക്കുകയാണ്. അത് കണ്ടപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. ഇത് കാട്ടിക്കൂട്ടമല്ല, മിഥുനുകളാണ്. ആദ്യ കാഴ്ചയിൽ നമ്മുടെ കാട്ടിയെന്ന് തന്നെ നമ്മൾ തെറ്റിദ്ധരിച്ചു പോകുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള മിഥുൻ എന്ന ജീവി. ഇവർ പാവമാണെന്നൊക്കെ എനിക്കറിയാമെങ്കിലും നമ്മുടെ കാട്ടിലെ കാട്ടികളോടുള്ള ഒരു ഭയമുണ്ടല്ലോ, അത് നമ്മുടെ മനസ്സിൽ അബോധത്തിൽ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവയെ കണ്ടപ്പോഴും ആ പേടി പെട്ടെന്നൊന്നും മാറില്ല. ബോസ് ഫ്രണ്ടാലിസ് എന്നാണ് ഈ ജീവിയുടെ ശാസ്ത്രനാമം. നമ്മുടെ ഗൗറുകളെ മെരുക്കിയാണ് മിഥുനുകൾ ഉണ്ടാക്കിയതെന്നായിരുന്നു ഒരു കാലത്ത് കരുതിയിരുന്നത്. അതല്ല, ഗൗറുകളും നമ്മുടെ വളർത്ത് പശുക്കളും കാളകളും ഒക്കെ ചേർന്ന് ഇണചേർന്നിട്ടുണ്ടായ ഒരു സങ്കര ഇനമാണ് മിഥുൻ എന്നും കരുതിയിരുന്നു. അതുമല്ല, നമുക്കറിയാതെ വംശനാശം വന്നുപോയ ബോവിൻ വിഭാഗത്തിൽ വേറെ ഏതോ ഒരു ജീവിയുടെ തുടർച്ചക്കാരാണ് മിഥുനുകൾ എന്നും കരുതിയിരുന്നു. എന്നാൽ 2020 നടന്ന ഒരു മൈറ്റോകോൺട്രിയൽ ജിനോം സീക്വൻസിങ് പഠനം പുതിയ അറിവുകളിലേക്ക് നമ്മളെ എത്തിച്ചു. ഇതിനു മുമ്പ് തന്നെ 2017 തന്നെ മിഥുൻ്റെ ജിനോം മാപ്പിംഗ് പൂർണ്ണമായിട്ട് നടന്നു കഴിഞ്ഞിരുന്നു. പുതിയ പഠനങ്ങളിൽ നിന്നും മിഥുൻ അമ്മ വഴിയിൽ നമ്മുടെ കാട്ട് തന്നെയാണ് എന്ന് തെളിഞ്ഞു. അരുണാചലിലെ പല ഗോത്രങ്ങളും അവരുടെ ആസ്തി വലിപ്പം പറയുക അവരുടെ കയ്യിലുള്ള മിഥുനുകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയാണ്. മിഥുൻ ഇവരുടെയൊക്കെ വളർത്തുമൃഗമാണോ എന്ന് ചോദിച്ചാൽ ആണെന്നും പറയാം, അല്ലെന്നും പറയാം. കാരണം വളർത്തുമൃഗം എന്നതിന് നമുക്കൊരു ചില സങ്കല്പങ്ങളുണ്ടല്ലോ. അതായത് നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് നമ്മുടെ കൺട്രോളിലായി നമ്മൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് കയറുകൊണ്ട് കെട്ടി ആലയിലും തൊഴുത്തിലും ഒക്കെ ആയിട്ട് പോറ്റുകയും നമുക്ക് ആവശ്യമുള്ള പാലും അതൊക്കെ അതിൽ നിന്ന് കറന്നെടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണല്ലോ സാധാരണ നമ്മുടെ കാറ്റലുകൾ എന്നൊക്കെ പറയുന്ന വളർത്ത് പശുക്കളും കാളകളും ഒക്കെ. നിലമുഴാനും വണ്ടി വലിക്കാനും അതുപോലുള്ള ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന വിധത്തിൽ നമ്മൾ വളർത്തുന്ന നമ്മുടെ നിയന്ത്രണത്തിലുള്ള ജീവികളെയാണ് നമ്മൾ പലപ്പോഴും വളർത്തുമൃഗം എന്ന് പറയുക. എന്നാൽ മിഥുൻ അത്തരത്തിൽ മെരുങ്ങിയ ഒരു മൃഗമല്ല. അത് കാട്ടിൽ തന്നെയാണ് മേയുന്നതും ജീവിക്കുന്നതും പ്രസവിക്കുന്നതും ഒക്കെ. അതിനെ അവിടുത്തുകാർ വളർത്തുന്നത് അതിൻ്റെ പാലിന് വേണ്ടിയിട്ടല്ല, മറ്റേതെങ്കിലും ജോലി ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അതിൻ്റെ മാംസത്തിന് വേണ്ടിയിട്ടാണ്. ഓരോരോ ഗോത്രങ്ങൾക്കും അവരുടേതായിട്ടുള്ള നിയന്ത്രണത്തിലുള്ള കാടുകളുണ്ട്, വിശാലമായിട്ടുള്ള കാടുകളുണ്ട്. അതിലെ ചില പ്രത്യേക മേഖലകളിലേക്കായിട്ടാണ്, ചില അതിരുകൾക്കുള്ളിലാണ് ഈ മിഥുനുകൾ കാട്ടിൽ വളരുക. ചില ചടങ്ങുകൾ, വിവാഹം പോലെയുള്ള ആഘോഷങ്ങൾ, അവയ്ക്കൊക്കെ ഇവയുടെ മാംസം വിളമ്പലാണ് ഏറ്റവും പ്രധാനം. മാംസം വിതരണം ചെയ്യലും. എത്ര മിഥുനെ ഇതേപോലെയുള്ള ആഘോഷങ്ങൾക്ക് കശാപ്പ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണ് ഓരോ വ്യക്തികൾക്കും കുടുംബത്തിനും ഒക്കെയുള്ള സ്ഥാനമാനങ്ങളൊക്കെ. കാട്ടിലിങ്ങനെ സ്വതന്ത്രരായിട്ട് മേയുന്നതാണ് മിഥുനുകളെങ്കിലും ഓരോരോ കുടുംബത്തിൻ്റെയും അല്ലെങ്കിൽ വ്യക്തികളുടെയും മിഥുനുകൾ ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവയുടെ ചെവികളിൽ ചില മുറിവടയാളങ്ങൾ ഉണ്ടാവും. കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവും ഇത് ആരുടെ ഏത് കുടുംബത്തിൻ്റെ മിഥുനാണെന്ന്. ചടങ്ങുകൾ, വിവാഹം അതേപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആവശ്യമായിട്ട് മിഥുനെ വേണ്ടപ്പോൾ ഇവർ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഉപ്പ് കൊണ്ടുവെക്കും. ഉപ്പ് തിന്നാനായിട്ട് മിഥുനുകൾ വരും. അതിൽ നിന്നും അവരവരുടെ മിഥുനുകളെ തിരഞ്ഞെടുത്ത് പിടിച്ചു കൊണ്ടുപോയിട്ട് അതിന് കശാപ്പ് ചെയ്യുകയാണ് ചെയ്യുക. ഇവരുടെ നെറ്റി നന്നായിട്ട് പരന്നതാണ്. അതേപോലെ കാട്ടിക്കൊമ്പ് പോലെ വളഞ്ഞ രൂപത്തിലുള്ള കൊമ്പുകളല്ല ഇവർക്കുള്ളത്. പെൺമിഥുനുകൾ വലിപ്പം കുറഞ്ഞവരാണ്. കുഞ്ഞുങ്ങളുള്ളപ്പോഴൊക്കെ പെൺമിഥുനുകളാണ് കൂടുതൽ അക്രമകാരികളാകുക. ആൺമിഥുനുകൾ പൊതുവെ സാധുക്കളാണ്. ഇതൊന്നും കൂടാതെ അരുണാചലിൻ്റെ സംസ്ഥാന മൃഗമാണ് മിഥുൻ. മനോഹരമായിട്ടുള്ള പേരും കൂടിയാണല്ലോ മിഥുൻ എന്നത്. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ. ഇതുപോലെ വളരെ വലിയ ജീവികളെ തൊട്ടിട്ട് വളരെ ചെറിയ പ്രാണികൾ വരെയുള്ള നമ്മുടെ ചുറ്റുമുള്ള ജീവലോകത്തെ വേറൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന വീഡിയോയുമായിട്ട് ഉടൻ വരാം. അതുവരേക്കും വണക്കം.